ഞാൻ കൽവാശ്ശേരിയിലായിരുന്ന കാലം, എൻ്റെ +2 പഠനകാലം. എപ്പോഴും കൂടെ 2 സുഹൃത്തുക്കൾ, എന്നേക്കാളും 1-2 വയസ്സ് മൂത്തത്. രാഹുൽ, ജെറി. ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് സ്മാർട്ട് ബോയ്. കൽവാശ്ശേരി ഞങ്ങളുടെ കൈവെള്ളയിലായിരുന്നു. ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നം അല്ലായിരുന്നു. ബൈക്കിന് ബൈക്ക്, കാശിന് കാശ്. ചിലവാക്കാൻ ഒരാളും. ജെറി ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ജോയിക്കുട്ടിയുടെ മകൻ ജെറി. സാമ്പത്തിക പ്രതിസന്ധി മൂലം ജോയിക്കുട്ടി കൽവാശ്ശേരിയിൽ തിരിച്ചു വന്നു. ഇപ്പോൾ പ്രിന്റിംഗ് പ്രസ് നടത്തുന്നു. പക്ഷേ അന്നും ജെറി കൽവാശ്ശേരിയിലെ രാജാവായിരുന്നു. ഓന്റെ പേരെന്താടാ? പണിക്കൻ. സ്ഥലം? തലാബ്. ഓനെ വെറുതെ വിടാൻ പാടില്ല. നമുക്ക് ഓനെ പൊക്കണം. കൽവാശ്ശേരിയിൽ കുട്ടീനെ അങ്ങനെ പുറത്തുനിന്നാരും വളയ്ക്കണ്ട. അങ്ങനെ സംഭവിച്ചാൽ നമ്മളെ സ്മാർട്ട് ബോയ്സ് എന്ന് വിളിച്ചിട്ട് എന്താ കാര്യം? ശരിയാ, സ്മാർട്ട് ബോയ്സ് എന്ന പേരും മാറ്റണം. ഒരുമാതിരി തൊട്ടി പേരാണല്ലേ. അതല്ല, ഓനെ പൊക്കുന്ന കാര്യം. കൃഷ്ണേട്ടാ, 3 കർച്ചീഫ് എടുത്തോ, വലുതെടുത്തോ. കർച്ചീഫ് മുറുക്കെ കെട്ടിക്കോ, ആളെ അറിയാൻ പാടില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഒപ്പളം കേട്ട കടി ഇവിടെ നോക്കിക്കോ. അതെവിടാ? തലയിൽ പുറകിലാടാ പട്ടി. ഓക്കെ 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 ഓക്കെ. എനിക്ക് അവനെ വേണം. 1 2 3 4 5 6 7 8 9 10 11 12. മുട്ടയുടെ വെള്ളയും ആടിന്റെ പാലും പിന്നെ എന്തൊക്കെയുണ്ട്, അത് ചേർത്ത് സവാരി ഗിരികളുണ്ട്. ചതവിന് ബെസ്റ്റാ. ഹീറോയിസം കൂടിയപ്പോൾ ഫിൽമി ഡയലോഗും കുറെ കാശും അറിയാതെ സ്വന്തം ഡ്രൈവിംഗ് ലൈസൻസും എറിഞ്ഞിട്ട് ജെറി അവിടെ നിന്ന് പോയി. പക്ഷേ അന്നല്ല, പിറ്റേ ദിവസം പോലീസ് എത്തിയപ്പോൾ അയ്യോ അയ്യോ അമ്മേ